നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഒരുപാട് സ്നേഹത്തോടെ ആദ്യം തന്നെ നമ്മുടെ കൊട്ടാരക്കര വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിലെ എരണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന എല്ലാ പ്രദേശവാസികൾക്കും ഒരു നല്ല കൈയടിയോടുകൂടി അവരെ സ്വാഗതം ചെയ്യാം. നമ്മുടെ കാര്യക്കാരെ വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, പ്രചോദേട്ട ആൻഡ് ബിജുക്കുട്ടൻ ചേട്ടാ. നമസ്കാരം. നമസ്കാരം. അപ്പൊ എന്നാ നമുക്ക് ചിരി അങ്ങ് തുടങ്ങാം. ആദ്യത്തെ സ്കിറ്റ് വിളിക്കുക. വിഷ്ണു ഉണ്ട്, ബാസിനുണ്ട്, ഒരു ഇടവേളയ്ക്ക് ശേഷം അമലും ഉണ്ട്. ലെറ്റ്സ് വെൽക്കം ഇവരെ 3 പേര്. ഇതാണ് മാമലക്കുന്ന് ഗ്രാമം. കാട്ടാനയെ വാരിക്കുഴിയിൽ വീഴ്ത്തി നാട്ടാനയാക്കി മാറ്റുന്ന ഗ്രാമം. ഇന്ന് ഈ ഗ്രാമത്തിൽ ഒരു വിശേഷമുണ്ട്. വാരിക്കുഴിയിൽ ഒരു കാട്ടാന വീണിരിക്കുകയാണ്. ശേഷം സ്ക്രീനിൽ. പിന്നെ ഒരു കാര്യം, ദൈവത്തെ ഓർത്ത് ആരും ലോജിക്ക് നോക്കരുതേ. നമസ്കാരം പ്രിയപ്പെട്ട നാട്ടുകാരെ, അങ്ങനെ ഈ മെമ്പർ നിങ്ങളോട് പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ്. ഞാൻ ആ ആനയെ വീഴ്ച കഴിഞ്ഞു. ഇജേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ ഇനി വാഴ വെക്കണം, കാച്ചിൽ വെക്കണം, കപ്പ വെക്കണം, ഇനി എല്ലാം കൊലയ്ക്ക് ഒരു പ്രശ്നമില്ല. ആന വീണു. പിന്നെ അളിയ ജീവ, നീ ഇനി വാഴ വെക്കണം, കാച്ചിൽ വെക്കണം, കപ്പ വെക്കണം, ഒരു കുഴപ്പമില്ല. പക്ഷെ അത് മൊത്തം അങ്ങോട്ട് കളയും. ആനയാണോ? ഞാൻ. കാരണം നീ മാത്രം ഈ പഞ്ചായത്തിൽ എനിക്ക് ഒരു തരി വോട്ട് പോലും തന്നിട്ടില്ല. നല്ല സങ്കടമുണ്ട് എനിക്ക്, നല്ല സങ്കടം. പക്ഷേ ഞാനിന്ന് ഹാപ്പിയാണ്. കാരണം ഞങ്ങളുടെ ആനയെ വീണു. ഞാൻ ജസ്റ്റ് ഒന്ന് ആനയെ കണ്ടുവരാം. ഷീജ വെയിറ്റ്. എടാ ആനെ, നീ ഈ നാട്ടിലെ എല്ലാവരുടെയും വീട്ടിലെ സാധനം മൊത്തം കൊണ്ടുപോയി. ഞാനത് പോട്ടേന്ന് വെച്ച്. പക്ഷേ എന്തിനാടാ എന്റെ അയ്യയിൽ ഞാൻ ഉണക്കാൻ വെച്ച എന്റെ അണ്ടർവെയർ നീ കൊണ്ടുപോയത്? അതുകൊണ്ട് നിനക്ക് എന്താണ് ഗുണം? എനിക്കറിയാൻ പാടില്ല. ചോദിക്കുക. നിനക്ക് ഇനി ഉത്തരവില്ലാന്നുണ്ടെങ്കിൽ 2 ദിവസം നീ കുഴിയിൽ അങ്ങോട്ട് കിടക്ക്. കാരണം എനിക്ക് എന്റെ റിവഞ്ച് അങ്ങോട്ട് നിന്നോടങ്ങ് തീർക്കാലോ. ഹലോ സാറേ, സാർ അങ്ങനത്തെ വർത്താൻ എന്നോട് പറയരുത്. ഈ കാട്ടിലെ മൂങ്ങ വരെ കിടന്നുറങ്ങിയിട്ടാണ് സാറേ ഞാൻ കിടന്നുറങ്ങണത്. അതെന്താണ് സാർ അങ്ങനെ പറയുന്നത്? സാറേ, സാറിന്റെ വർത്താനം കേട്ടാ തോന്നുന്നു ആന കുഴിയോട് ചോട്ടി നിന്നപ്പോൾ ഞാൻ ചന്തി കൊണ്ട് തട്ടി താഴ്ത്തിട്ടതാണ്. ഞാൻ ഇതിൽ നിരപരാധിയാണ് സാറേ. പ്രശാന്ത് സാർ നേരത്തെ പുറപ്പെട്ടിട്ടുണ്ട്. ആ പ്രശാന്ത് സാറിനെ ഞാൻ കണ്ടിട്ട് വരാം. എല്ലാ നാട്ടുകാരും ഇവിടെ ഉണ്ടല്ലോ. നിങ്ങളോട് പല തവണ പറഞ്ഞിട്ടുണ്ട് ഫോറസ്റ്റിൽ പറയേണ്ട ആനേനെ കുഴി വീഴ്ത്തരുത്. കുഴി കുഴിച്ചവനും ആനേനെ വീഴ്ത്തവനും കണ്ടു നിന്നവരൊക്കെ പെടും. കോടതിയിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. ആന എവിടെയാ കിടക്കണത്? താൻ്റെ അവിടെ. അയ്യോ, നല്ലൊരു ആന. ആന എന്നാ നോക്കുക. ആനയ്ക്ക് മതം ഉണ്ടോ നോക്കുക. ആനയുടെ കഴുത്തിൽ കൊന്തയോ പൂണൂലോ അങ്ങനെ എന്തേലും ഉണ്ടോ നോക്കിക്കേ. അങ്ങനെ ഒന്നും കാണുന്നില്ല. അപ്പൊ ആനയ്ക്ക് മതമില്ല. അപ്പൊ ആനയ്ക്ക് മതയില്ല. അപ്പൊ അതൊക്കെ പോട്ടെ സാറേ. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു തലമൂത്തൊരു സാറിലായിരുന്നോ, പ്രശാന്ത് സാറ്? പുള്ളിക്കാരൻ എന്തിയെ? ഈ ആന ഇവിടെ വീണെന്നിറങ്ങി ആദ്യം അവിടെ നിന്ന് പുറപ്പെട്ടോ പ്രശാന്ത് സാറാ. പുള്ളി ഇവിടെ എത്തിയില്ലേ? ഇവിടെ എത്തിയില്ല. വല്ല കാക്കോത്തി കൊണ്ടുപോയോ? അല്ല, കഴിഞ്ഞ ആഴ്ച പുള്ളിക്കാരൻ ഒരു സസ്പെൻഷൻ കിട്ടിയെന്ന് പറഞ്ഞായിരുന്നല്ലോ. എന്തുവായിരുന്നു സംഭവം? എന്റെ പൊന്നെ, പുള്ളിക്ക് ഭയങ്കര ദേഷ്യം. പുള്ളി ഒരു ദിവസം കാട്ടിലൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പൊ ഒരു മയിൽ ഇങ്ങനെ പീലി വിടർത്തിക്കൊണ്ടിരിക്കണം. പുള്ളി അത് കണ്ട് നാട്ടുകാരോട് ചെന്ന് പറഞ്ഞ് ഇന്ന് മഴ പെയ്യുന്നു. മയിലിന്റെ കഷ്ടകാലത്തിന് അന്ന് മഴ പെയ്തില്ല. എന്നിട്ട് പുള്ളി ആ ദേഷ്യത്തിന് ഒരു ഡ്രിമ്മർ എടുത്തോണ്ട് ചെന്ന് മയിലിനെ അങ്ങ് മൊട്ടയടിപ്പിച്ചു. മയില് കൊളക്കോഴികളുടെ കൂടെയുണ്ട്. ഇത് മയിലാന്ന് വേറെ ഏതെങ്കിലും മയിലിനോട് പറഞ്ഞിട്ട് അതുകൊണ്ട് പുള്ളി കൊളക്കോഴി. എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ഈ പ്രശാന്ത് സാറിന് മാനസികമായിട്ട് എന്തെങ്കിലും അസുഖം വല്ലതും ഉണ്ടോ? ഈ ഇടയായിട്ട് എനിക്കും അങ്ങനത്തെ ഒരു ചിന്തയുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഒച്ച ഇങ്ങനെ ഇഴങ്ങി പോണ കണ്ട് ഇതിന് സ്പീഡില്ലെന്ന് പറഞ്ഞ് അതിന്റെ ബാക്കിൽ യമഹയുടെ എഞ്ചിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 പാമ്പുകൾ ഇങ്ങനെ ഇണചേർന്നോണ്ടിരിക്കുമ്പോ വീഡിയോ എടുത്ത് നിന്നെയൊക്കെ മീറ്റപ്പെടുത്തുമെന്ന് പറയാ. അങ്ങനെയുള്ള കുൽസിതങ്ങളാണ്. ആന അല്ല മെമ്പറെ, ചോദിക്കാൻ മറന്നു. മെമ്പറിന്റെ കഴുത്തിന് തന്നെ പറ്റി. അതെന്നെ സംഭവം അറിയാവോ? കരടി കൊണ്ട് സൂക്ഷിക്കാന്നുള്ള ബോർഡ് വെക്കാൻ വേണ്ടി കാട്ടിലൊന്ന് കേറിയതാണോ? തിരിഞ്ഞു നോക്കിയപ്പോ പിന്നിൽ കരടി. ആണല്ലേ? അയ്യോ, ടെൻഷൻ ആവുമല്ലോ. എന്റെ കഴുത്തി ബെൽറ്റ് കയറിയ സാർ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? തന്റെ കഴുത്തി ബെൽറ്റ് കയറിയാനല്ലടോ. ഈ ആന ഇങ്ങനെ കിടക്കണ കണ്ടിട്ട് ഇടോ തനിക്കൊരു കാര്യം അറിയോ? ഇനി പാപ്പാൻ വന്ന് ഈ ആനേനെ കരക്കിയേറ്റാതെ എനിക്ക് മനസ്സമ്മാനം ഇല്ല. സാറിന് മനസ്സമാധാനം ഇല്ലെങ്കിൽ ഈ പണി വിട്ട സാറിന് വേറെ എന്തെങ്കിലും പണിക്ക് പോയാ പോരെ? ഞാൻ ഇതിന് മുമ്പ് ഫയർഫോഴ്സിലായിരുന്നു. ഫയർഫോഴ്സ്? ഈ ഫയർഫോഴ്സ് എന്ന് പറയുമ്പോ മറ്റേ തീയെ കണക്കാൻ പോകുന്ന ആൾക്കാരല്ലേ? ഇവര് തീ അണക്കത്തില്ല. ഇവര് തീ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ പട്ടം പറത്തി കിടക്കും. ഇങ്ങനെ തീ അണക്കുന്ന ആൾക്കാർ എനിക്കറിയാം. അങ്ങനെ തീ അണച്ച് ഒരു തീ അണച്ചതിന് എന്റെ അമ്മ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. സാർ ഏത് തീ അണച്ചത്? അപ്പൂപ്പന്റെ ചിത.
ആളിക്കത്തണ കണ്ടപ്പോ അങ്ങനെ ഒരു മെന്റാലിറ്റി. അതൊക്കെ പോട്ട് ഈ അപ്പൂപ്പൻ എങ്ങനെയാ മരിച്ചത്? സംശയം മൂത്ത് മരിച്ചുപോയി. സംശയം മൂത്താലൊക്കെ ആൾക്കാർ മരിച്ചു. പിന്നെ എന്റെ അപ്പൂപ്പൻ മരിച്ചില്ലേ? എങ്ങനെ? പുള്ളി ഒരു ദിവസം ഇതുപോലെ ഇങ്ങനെ നടന്നു പോയിരുന്നു. അപ്പോൾ ലൈംഗമ്പിയിൽ ഒരു കാക്ക ഇരിക്കുന്നു, ഷോക്ക് അടിക്കുന്നില്ല. പുള്ളിക്ക് സംശയം, ചെന്ന് ലൈംഗമ്പി കയറി കൊടുത്ത്. എന്നിട്ട് കാക്ക കൽഫാ ഫ്രൈ കിട്ടിയതിന്റെ സന്തോഷം, ഞങ്ങൾക്ക് അപ്പൂപ്പൻ ചത്തന്റെ സങ്കടം. ഈ അൽഫാമിന്റെ കഥ പറയാതെ പാപ്പാമ്പനും ഈ ആനയെ കരക്കേറ്റ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. ഞാൻ നോക്കത്തില്ല. ഇത് കണ്ടോ? ഹായ് ഉദയസൂര്യന്റെ ടാറ്റു. ഇന്നലെ കുളത്തിലൊരു മുള്ളം പന്നി വീണപ്പോ അതിനെ രക്ഷിക്കാൻ വേണ്ടി എടുത്ത് ചാടിയതാ. ഉള്ള മുള്ളൊക്കെ കുത്തി തന്നെ. ഇപ്പൊ ഇതിനകത്ത് കൂടി വെള്ളം പോകുമ്പോ ഷെവറിന്ന് പോണം. ഷെവറിന്ന്. അതുകൊണ്ട് ഞാൻ രക്ഷിക്കത്തില്ല. കുഴൽ മേളം പമ്പക്കൊട്ടു താളം തമ്പൂരാൻ കണ്ണാടി മുടി. ആരാ? ഞാൻ പ്രായിക്കര പാപ്പാന്റെ അരുമ ശിഷ്യൻ പ്രായിക്കര പാപ്പി. എന്നാ നിങ്ങൾ വന്നതിന്റെ സന്തോഷം. ഈ ചെണ്ടമേളം കരകാട്ടം ഒന്നും ഇല്ലേ? ഇല്ലടാ, 3 പേര് കളിക്കണ സ്കിറ്റിൽ നിനക്ക് തായമ്പം കൂടി കൊണ്ടുതരാം. സോറി. മിസ്റ്റർ പാപ്പി, സതീശൻ ആറ്റിച്ചാടി. എന്നിട്ട് ഇതുവരെ കരക്കേറിയില്ലേ? അയ്യോ അതല്ല പറഞ്ഞേ, എന്റെ വീട്ടുകാരാ പറഞ്ഞ സതീശൻ ആറ്റിച്ചാടി. ഓ, സതീശൻ ആറ്റിച്ചാടി. ഈ സതീശൻ ആറ്റിച്ചാടി ഭയങ്കര കൊതിയനാണല്ലോ. അല്ല, ക്രീമണ്ണ് പെടലി കിട്ടേക്കുന്നു. അയ്യോ ക്രീമണ്ണല്ല. ഈ സതീശൻ ആറ്റിച്ചാടിയുടെ കയ്യിൽ തന്നെ ഒരു നൂല്. പശുവിന്റെ വാല. അതെന്തിനാ? പേടി മാറാൻ. പൊട്ട പേടി മാറാനായിട്ട് പശുവിന്റെ വാലാണോ കൈ കെട്ടുന്നത്? ആനയുടെ വാലല്ലേ കൈ കെട്ടുന്നത്? എനിക്ക് അത്ര വലിയ പേടിയില്ല, ഇച്ചിരി കുഞ്ഞു പോന്ന പേടിയാ. അത് അങ്ങനെ അങ്ങ് തീർന്നു കൊടുത്തത്. ഈ തലയ്ക്ക് സ്ഥിരതയില്ലാത്തമാരോട് സംസാരിച്ചിരിക്കാണ്ടിങ്ങനെ വന്നേ. ഫോറസ്റ്റ് കാടാ. പിന്നെ ഫോറസ്റ്റ് കാടാണ്ട് താൻ പറഞ്ഞു വേണോ? എനിക്കറിയാം. അയ്യോ, അതല്ല പറഞ്ഞത്. ഞാൻ ഫോറസ്റ്റ് കാടാ. പി ശിശുപാലൻ. ഓ, പി ശിശുപാലൻ. മടി വെച്ച് കൊഞ്ചിക്കാൻ തോന്നുന്ന പേര്. ഔട്ടിങ്. ആ കുഴിയിൽ ആരാ കിടക്കണേ നോക്ക്. നോക്കാലോ. ദേവരാന സുഭാഷേ. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? എവിടെ കുഴി കണ്ടാലും എന്റെ ഫസ്റ്റ് ഡയലോഗ് ഇതായിരിക്കും. അതെ നമുക്കേ തൃസന്ധിക്ക് മുമ്പ് ഈ ആനയെ കരക്കി കെട്ടണം. അതിനടാ ആനയ്ക്ക് വൈകുന്നേരം കാവിൽ പോയി വിളക്ക് കത്തിക്കാനുണ്ടോ? ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല, പിന്നെ അവൻ ഓരോന്ന് ചോദിക്കുന്നത്. ഈ ആനയെ കരക്ക് കയറ്റണമെങ്കിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് ഹുങ്കി ആനെ കൊണ്ടുവരണം. അതെന്താ കേരളത്തിലെ ആനകൾക്ക് കുണ്ടിയില്ലേ? ഇല്ലേ? സത്യമായിട്ടില്ലേ? ഇതല്ലേ ഈ പറയുന്നത്? അവൻ ചോദിച്ചാൽ എന്താണ് തെറ്റ്? കേരളത്തിൽ എത്ര നല്ല കുണ്ടിയുള്ള ആനയുണ്ട്, തനിക്ക് ആന്ധ്രാപ്രദേശിൽ നിന്ന് തന്നെ വരില്ല. എന്റെ പൊന്നു സാറേ, തുടക്കം തൊട്ട് എനിക്ക് സംശയമുണ്ട്. ഇവ ശരിക്കും പാപ്പ? ഞാൻ ശരിക്കും പാപ്പാനൊന്നും. എടാ, എന്റെ ചേട്ടനെ പറ്റി നീ കേട്ടിട്ടില്ലേ? എന്റെ ചേട്ടൻ വലിയ കൊടികുട്ടിയ പാപ്പാനല്ലേ. പിന്നെ ആനയുടെ കൂടെ നടക്കുക, രാത്രി കടന്നുറങ്ങുന്നത് വരെ ആനയുടെ ദേഹത്ത് കാലിട്ടോണ്ടാ ചേട്ടൻ കിടന്നുറങ്ങുന്നേ. ഒരു ദിവസം രാത്രി അമ്മയുടെ ഫോണിലൊരു ഫോൺ കോൾ, ചേട്ടൻ മരിച്ചു പോയത്. എങ്ങനെ? അന്ന് കാലിട്ടുറങ്ങിയത് ചേട്ടനല്ലായിരുന്നു, ആനയായിരുന്നു. കൃതാവിന്ന് മീശ വന്നവനെ എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. നിന്നെയൊക്കെ നറുക്കിട്ടാണോ പാപ്പന്മാരേക്ക്? ഞാൻ വല്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് ജഡ്ജ്മെന്റിൽ പറയും. ഇല്ലാതെ ഞാൻ വല്ലൊക്കെ വിളിച്ചു പറഞ്ഞു. എന്ത് ഇവിടെ കിടന്ന് തുള്ളാണ്ട് ആനേനെ പോയി നോക്കാം. അത് നോക്കാം. ഇതിന്റെ ചൂടാവുന്ന കാര്യം. അയ്യോ, മോശം പറയരുതല്ലോ. നല്ല തലയെടുപ്പുള്ള ആന. എടാ കണ, ആന എന്നെ തലകുത്തിയാ കിടക്കണം. അപ്പൊ വാലായിരുന്ന. സോറി, ക്ഷമിക്കണം. അയ്യോ, ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. എന്താ പ്രശ്നം? കൺഗ്രാചുലേഷൻസ്. താങ്ക് യു. ആന പ്രസവിച്ചിരിക്കുന്നു. അതെന്തിനാ എനിക്ക് കൺഗ്രാചുലേഷൻ? എനിക്ക് അറിയാൻ പാടില്ല. ഇവിടെ കൊമ്പനാനെ എങ്ങനെയാണ് പ്രസവിക്കണത്? അതാ പറഞ്ഞ എനിക്ക് അറിയാൻ പാടില്ല. അതിനകത്ത് മഞ്ഞ തൊപ്പി വെച്ചൊരു കുട്ടിയാന കിടപ്പുണ്ട്. മഞ്ഞത്തൊപ്പി വെച്ച കുട്ടിയാന ഉണ്ടെന്നേ. ഒരു കറുത്ത ഷൂ ഉണ്ട്. ഈ കുട്ടിയാനയ്ക്ക് മീശയുണ്ടോ? ചെറിയ ചെറിയ നരപ്പുണ്ട്. കൺഫേംഡ്. സാറാണോ? വിജയക്കോട്ടൻ ചേട്ടാ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരുത്തൻ അവൻ നേരെ വന്ന് ആ കുഴിക്കകത്തേക്ക് ചാടി. ആനക്ക് പേര് കിട്ടോ? പ്രശാന്ത് സാർ. പ്രശാന്ത് സാറേ, ബ്ലെൻഡോ അത് ഉമിനീരൊന്ന് കുടിച്ചിറക്കിയാടാ. പ്രശാന്ത് സാർ ഇങ്ങനെ കുഴിക്കകത്ത് പോയേ? എടാ, ആനയെ പേടിച്ച് ഞാൻ ചാടിയതാ. ഞാൻ വിചാരിച്ചോ ഈ പുല്ലും കൂടെ ചാടുവന്നത്. ഈ പ്രശാന്ത് സാറിനെ കരക്കേറ്റി. കരയണ്ട, സാരമില്ല. പ്രശാന്ത് സാറിനോട് അത്രക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല. പിന്നെ ഇന്നലെ ഷർട്ട് മേടിച്ച് OPR എവിടെയാന്ന് അവന് മാത്രമേ അറിയുള്ളൂ. എന്തേലും ഐഡിയ ഉണ്ടെങ്കിൽ കരക്ക് കയറ്റി. എടാ, ഇത് എന്തേ നിങ്ങൾ എന്തെങ്കിലും ഒച്ച വെക്കുന്നത്? പ്രശാന്ത് സാർ ഇവിടെ കിടക്കുകയാണ്. പഞ്ചായത്തിലെ മെമ്പർ നിലയ്ക്ക് ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. പ്രശാന്ത് സാറേ, മെമ്പർ സതീശൻ ആറ്റിച്ചാടിയാണേ. ആ, പറ മെമ്പറെ. ഈ അവസ്ഥത്തിൽ ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഞാനൊന്ന് ചോദിക്കുക.
കേറി വരുമ്പോ എനിക്കൊരു ആനവാൽ കൊണ്ടുതരാം. മോനെ ഓക്കെ. എന്തുവാ പുള്ളി പറഞ്ഞു? പറഞ്ഞെന്നറിയില്ല, പക്ഷെ നിന്റെ ചോദ്യത്തിന് പറ്റിയ തെറിയാ വന്നു. പുള്ളി ഒരു മാന്യനായതൊന്ന് ഡ്രിമ്മി അത് പറഞ്ഞു. ഈ പ്രശാന്ത് സാറിന് കരക്കറ്റൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്തേലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തോ പറയാനാ? ഞാൻ ആനപ്പാപ്പനാണോ? അല്ലേ? രണ്ടുപേരും എന്നെ തെറി പറയത്തില്ലെങ്കിൽ ഞാൻ ഒരു ഐഡിയ പറയാം. പറ, ഇത് ഇപ്പോഴാണ് ഇങ്ങോട്ട് നീങ്ങുന്ന പറ, ഐഡിയ പറ. ഈ ആന കിടക്കുന്ന കുഴിയില്ല, അവിടെ നമ്മൾ മോട്ടറിൽ വെള്ളം നിറച്ച് കുഴി അങ്ങ് നിറയ്ക്കും. ഗുഡ് ഐഡിയ. ഈ സമയത്ത് ആനയും പ്രശാന്ത് സാറും ബോഡിയായിട്ട് ആനയോടൊപ്പം പൊങ്ങി വരും. നമ്മൾ ഇടം കൈ കൊണ്ട് ആന എടുക്കുന്നു, വലം കൈ കൊണ്ട് പ്രശാന്ത് സാറിന്റെ എടുക്കുന്നു, നേരെ നമ്മൾ കരയിലേക്ക് കൊണ്ടുവെക്കുന്നു. എങ്ങനെയുണ്ട് പാപ്പാൻ എന്റെ ഐഡിയ? തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി. തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ നാഗജലം. സാറേ, ഈ ISA മുദ്രയുള്ള പൊട്ടനോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുവോ അതോ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണോ? നമ്മൾ ആരും പറഞ്ഞ് മനസ്സിലാക്കണ്ട. ഇവിടെ കുറച്ച് ആൾക്കാർ കണ്ടോണ്ടിരിപ്പുണ്ടല്ലോ. ഇത് എന്ത് ചെയ്ത് കഴിഞ്ഞ് ഇവനെ പിടിച്ചോളൂ. പ്രശാന്ത് സാറിന് ഇത് സുമാനോ, എന്തോ? ഞാനിപ്പോ ഇവിടെ സേഫ് ആണ്. ആ, fine. നിന്റെ കൂട്ടുകാരും കൂടി ചേർന്ന് എന്നെ കൊല്ലല്ലേടാ. അതന്നെ പ്രശാന്ത് സാറെ അങ്ങനെ ഒരു ടോക്ക്. അല്ല, എങ്ങനെ വെള്ളം നിറയ്ക്കുമെന്നൊക്കെ എങ്ങനെ പറയുന്നതായിട്ട്. അയ്യോ, അത് ഞാനല്ല, മെമ്പർ ആറ്റിച്ചാടി. ആ, അവൻ ആറ്റിച്ചാടിയ എനിക്ക് അത്രയും സന്തോഷം. അത്രയുണ്ട് നിന്റെ കോണം. പ്രശാന്ത് സാറേ, ഒരു കാര്യം ചെയ്യോ? ആ. ഞാനൊരു ഏരി അങ്ങോട്ട് ഇട്ട് കിടത്ത കേറി വരാവോ? ഓ, നടക്കുമെന്ന് തോന്നില്ലടാ. അതെന്നാ ഇവിടെ തർക്കം നടക്കുവാ. എന്നാത്തിന്റെ പേരില്? ഞാൻ കേറിയിട്ട് നീ കേറിയാ മതി എന്നാ. കേറിയിട്ട് ഞാൻ കേറിയാ മതി. ശ്ശോ, ഇത് ഒരു നടക്കി പോവല്ല സാറേ, ഒരു നടക്കി പോവല്ല. എങ്ങനെയെങ്കിലും ആ മനുഷ്യനെ രക്ഷിക്കണോ? തലക്ക് സ്ഥിരതയില്ലാത്തവനാ. ഒരു കാര്യം ചെയ്യ്. ഞാൻ ഈ കയറ് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ആനയുടെ ദേഹത്തങ്ങ് കെട്ടാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ആരിത് വലിച്ചോണ്ട് പോവും. എന്താ ഒന്നും മിണ്ടാണ്ടിരിക്കണേ? അല്ല, ഇത് എവിടം വരെ പോകുന്നു നോക്കിയതാ. എടോ, ആരെങ്കിലും ആ കിണയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്, ഞാൻ ഇതിന്റെ അറ്റ ഇവിടെ കെട്ടിയിട്ടില്ലെന്ന്. ഇത് നമ്മൾ പറഞ്ഞ അവൻ കേൾക്കത്തില്ല. അത് രാജമൗലി ഡയറക്ടർ ഒന്ന് കട്ട് പറയണം, എന്നാലേ അവൻ നിക്കത്തുള്ളൂ. അവൻ പോയി. എന്റെ ദൈവമേ, കോള്. ഈശ്വര, പ്രശാന്ത് സാറിന്റെ ഭാര്യ ഒന്ന് എടുക്കുവോ? പുള്ളിക്കാരിക്ക് നല്ല വെയിറ്റ് കാണും. ചേച്ചിയേ. ഓ, ഏ? ആ. ശിശു, എന്താ? അണ്ണനുണ്ടാ? അണ്ണാ മരത്തേല്. അണ്ണാ മരത്തര കാര്യമല്ലേ ചോദിച്ചാ? എന്റെ കെട്ടിയോൻ എന്തിയെന്ന്? ചേച്ചിയുടെ കെട്ടവൻ ആനയ്ക്ക് കോട്ടക്സ് അടിക്കുന്നു. ആനയ്ക്ക് കോട്ടക്സ് അടിക്കുന്നു. ആ, ഗവൺമെന്റിന്റെ പുതിയ നയം, കുഴിനകം വന്ന ആനയെ സംരക്ഷിക്കും. എടാ, നീ അങ്ങനെ ഫോൺ കൊടുത്തേ. എന്നാ എന്റെ സത്യം പറയട്ടെ, വ്യസന സമേതം ചേച്ചി ഇത് കേൾക്കണം. എന്താടാ? വാരിക്കുഴി വീണ് കേട്ടോ. അന്ന് അങ്ങേരോട് പറഞ്ഞേക്ക്, അങ്ങേരുടെ കുഴി തന്നെ കിടന്നേക്കാനായിട്ട്. അങ്ങേരുടെ രണ്ടാമത്തെ ഫോൺ ഞാൻ പൊക്കിയടാ. 52 വയസ്സുള്ള മനുഷ്യരാണ്. 14 വയസ്സുള്ള 3-4 പെമ്പിളരുടെ ചാറ്റിങ്ങും ചീറ്റിങ്ങും. എന്റെ ദൈവമേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിക്കും പെൻഡ്രൈവിന്റെ സൗകര്യം. ഹലോ, അപ്പൊ ഞാനത് പ്രശാന്ത് സാറിനോടൊന്ന് പറഞ്ഞേക്കാമേ. പ്രശാന്ത് സാറേ. എന്തോ? പ്രശാന്ത് സാറെ, ചേച്ചി വീട്ടിൽ നിന്ന് വിളിച്ചായിരുന്നേ. പ്രശാന്ത് സാറിന്റെ രണ്ടാമത്തെ ഫോണും പൊക്കിയെന്ന്. ആഹാ, അടിപൊളി. ആ, പറഞ്ഞോ? പിന്നെ പറഞ്ഞ അവിടെ ചെല്ലുമ്പോഴേക്കും പ്രശാന്ത് സാറിനെ വെട്ടിക്കൂട്ടി അടുപ്പേലാക്കുന്നു. ആണോ? ആ, അതെ. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യടാ. എന്നാ പ്രശാന്ത് സാറേ? ഈ ആനേനെ എങ്ങനെയെങ്കിലും ഒന്ന് കരക്കി കയറ്റിട്ട് അടുത്ത മഴയ്ക്ക് മുമ്പ് നിങ്ങൾ വീട്ടിൽ പോ. അതെന്നാ സാറേ അങ്ങനെ ഒരു വർത്താനം പറഞ്ഞേ? എനിക്ക് വയ്യടാ ഇഞ്ചിച്ചായിട്ട് മരിക്കാൻ. അതുകൊണ്ട് എനിക്ക് ഇവിടെ ആണ് ഇപ്പോ സേഫ്. പ്രശാന്ത് സാറേ, ഒന്ന് പോടാ. ഗംഭീര സ്കിറ്റായിരുന്നു. ഒരു നല്ല കൈയടി. കുറെ നാളിന് ശേഷമല്ലേ മോദിയോട് ഒരുമിച്ച് വരുന്നേ? ടീം കോട്ടയം. ഓക്കെ, നസീർക്ക. അമ്പലേ എവിടെയാ കുറച്ച് നാള്? ജോലിക്ക് പോയി. ജോലി കിട്ടിയായിരുന്നു. എനിക്കിത് ടി വിയിലിരുന്ന് കാണുമ്പോൾ ഒരു എന്താ ഒരു വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ റിസൈൻ ഇട്ട് നസീർക്ക. എന്തായാലും നിങ്ങൾ തപ്പിയെടുത്ത കോണ്ടന്റ് ഭയങ്കര രസമായിരുന്നു കേട്ടോ. 3 പേരും വെടിയും പുകയായിട്ട് ചെയ്തു കേട്ടോ. എന്തായാലും നമ്മൾ ഒരു തിരിച്ചുവരവ് വരുമ്പോൾ അത് നന്നായിരിക്കണം. ഇപ്പം നിങ്ങൾ അതിന് ശ്രമിച്ചു, നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി, നല്ലൊരു കോണ്ടന്റ് ഉണ്ടാക്കി, നല്ല രീതിയിൽ നല്ല വൃത്തിയായിട്ട് മെനയായിട്ട്
നമ്മുടെ ഫാമിലിക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ആസ്വാദന ശേഷിയുള്ള നല്ല ഡയലോഗുകളും നല്ല കൗണ്ടറുകളും ഉണ്ടാക്കി നിങ്ങൾ സ്കിറ്റ് ചെയ്തതിൽ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. പ്രചോദേട്ടാ? അമലെ വിഷ്ണു ബാസ്റ്റിൻ ജീവൻ മരണ പോരാട്ടമായിരുന്നു കേട്ടോ. കാര്യം ആ വാരിക്കുഴിയിൽ ആന വീഴുന്നു, ആ ഫീല് നിങ്ങൾ തുടക്കം തൊട്ട്, അതായത് ആന അതിനകത്തുണ്ട്, പ്രശാന്ത് സാറും അതിനകത്തുണ്ട് എന്നൊരു ഫീല് നിങ്ങൾ തുടക്കം മുതൽ തന്നതിനൊരു ഉഗ്രം കൈയ്യടി തരികയാണ്. അല്ല, ഈ മെമ്പർക്ക് വോട്ട് ചെയ്ത ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്തരത്തിലെ മെമ്പർ ജീവ എന്തായാലും രക്ഷപ്പെട്ടു, ജീവ വോട്ട് ചെയ്തിട്ടില്ല, അവിടെ ജീവ രക്ഷപ്പെട്ടു. പിന്നെ ആ കിടക്കുന്ന പ്രശാന്ത് സാറിന്റെ ലൈഫ്, അത് വോയിസ് കൊടുത്ത് അടിപൊളി, ആരായാലും കൊള്ളാം, അടിപൊളിയായിരുന്നു. കാര്യം അത് ദീപ്തി, എനിക്കൊന്ന് എല്ലാ കൗണ്ടറുകൾക്കും ഇതുപോലെ ചിരിച്ചൊരു സ്കിറ്റ് നിങ്ങൾ ചെയ്തിട്ടില്ല ഇതുവരെ. എനിക്ക് തോന്നുന്നു വളരെ ഗംഭീരമായിട്ട് ക്ലാസ് ആയിട്ട് ചെയ്തൊരു സ്കിറ്റാണ് കേട്ടോ. അതിനൊരു കാര്യം കൂടെ ഞാൻ പറയുന്നത്, ഈ ഇങ്ങനത്തെ ഒരു കളി, അതായത് ഈ എന്താ പറയുന്ന ഒരു ലൈഫുണ്ട്, ഈ ഒരു സാധനം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഓൾ ദ ബെസ്റ്റ് എന്ന് പറയും. ചേട്ടാ? ഞെട്ടിച്ച് കളഞ്ഞോ സത്യം പറഞ്ഞാൽ. നേരത്തെയൊക്കെ ഞാനൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ല സ്കിറ്റുകൾ നിങ്ങൾ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ പറഞ്ഞു വിട്ട് തന്നെ ഞെട്ടിച്ച് കളഞ്ഞ്. ഒരുപാട് ആദ്യം തുടങ്ങി അവസാനം വരെ നല്ല കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ഇതിൻ്റെ അനൗൺസ്മെൻ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ ലോജിക്ക് നോക്കരുതേ, പക്ഷേ ഇതിനകത്ത് ലോജിക്കേ ഉള്ളൂ. ഞാൻ കരുതി ആ അനൗൺസ്മെന്റ് പോലെ അങ്ങോട്ട് പോകുമെന്ന് കരുതി. ഇടയ്ക്കിടയ്ക്കൊന്നും പറയുന്നുണ്ട് ഈ ലോജിക്ക് ഇല്ലാത്ത സാധനത്തിലേക്ക് വരില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അടിപൊളി എന്ന് വെച്ചാൽ ലോജിക്കുള്ള തമാശകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടിപൊളിയായിരുന്നല്ലോ. കാരണം എനിക്ക് തോന്നുന്നു ഈ പത്തനംതിട്ട നമ്മുടെ ടീമുണ്ടല്ലോ, അവർക്കൊരു സ്ലാങ് ഉണ്ട്, അതുപോലെ തിരുവനന്തപുരം ഭാഷയൊക്കെ ഉണ്ട്, കോട്ടയം ഭാഷ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ കോട്ടയം ഭാഷയെന്ന് കേൾക്കാത്തൊരു സ്ലാഗിലാണ് നിങ്ങൾ 3 പേര് നിൽക്കുന്നത്. അതിപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഇനി അടുത്ത വൈറലാകാൻ പോണ ഏറ്റവും വലിയ സംഭവമായിരിക്കുള്ളൂ. നിങ്ങളിൽ ആരാണ് ഏറ്റവും മുന്തിയതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ലെവല്, നല്ല ലെവലിലാണ് കളിച്ചത്. 100 എന്നാണ് കളിച്ചത്. നേരത്തെയൊക്കെ നിങ്ങളുടെ മുഖത്തൊരു നിരാശ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഈ കാര്യം നസീർക്ക് എപ്പോഴും പറയാറുണ്ട്, നല്ല കാര്യങ്ങൾ നന്നായിട്ട് അത് കുറച്ച് നേരം എടുത്തിട്ട് ചെയ്ത് റിഹേഴ്സലൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഇവിടെ നിൽക്കേണ്ട ആർട്ടിസ്റ്റല്ല, പൊളിക്കും. അതുപോലെ ഇതുപോലെ തന്നെ അടുത്ത പ്രാവശ്യം വന്നോട്ടാ, ഇതിലും ഗംഭീരമായിട്ട് വരട്ടെ. എന്തായാലും ഓൾ ദ ബെസ്റ്റ്, അടിപൊളി. താങ്ക് യു ചേട്ടാ. അപ്പോൾ ഐശ്വര്യമായിട്ട് നമുക്ക് മാർക്സ് ചോദിക്കാം. നസീർക്ക എത്ര കൊടുക്കാം? ഞാനൊരു 20,000 രൂപ കൊടുക്കും ആദ്യം തന്നെ. ഓ, 20,000 രൂപ. ഓക്കെ, ബിജുക്കുട്ട ചേട്ടാ? 20,000. ഓ, 40,000 രൂപ. ചേട്ടാ, നമ്മുടെ പ്രശാന്ത് സാറ് കിടക്കുക, ഒരു തർക്കം നടക്കുക ആനയായിട്ട്. 2 ഫോണും പിടിക്കുകയും ചെയ്തു. അതെ, പിടിച്ചു. ടോട്ടൽ എമൗണ്ട് 95,000 രൂപ. സിൽവർ പഞ്ച് ഗോൾഡ് പഞ്ചിന് വെറും 5,000 രൂപയുടെ കുറവ്. പക്ഷേ ഇറ്റ്സ് എ വെരി ഗുഡ് കംബാക്ക്. ഇവരുടെ ഏറ്റവും വലിയ കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതെ 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 അതെ. അല്ല, അതിനുള്ളത് അവര് കാഴ്ചവെച്ച്. തീർച്ചയായിട്ടും. വിഷ്ണു, പറ. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഇതിൽ ഈ സ്കിറ്റിലൊന്നുമില്ല. ഞങ്ങളുടെ കൂടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ ഗ്രൂമർ രാഷ്പാണ ചേട്ടനാണ്. ഇന്നലെ രാത്രി 1 മണിയായപ്പോഴും പകുതിവരായിട്ടുള്ളൂ. ഡാഷനാണ് ബാക്കി ഫുള്ള് സാധനം സെറ്റായി തന്നെ. ഇപ്പൊ ലാസ്റ്റ് ഒരു കുറച്ചു മുമ്പ് ഡാഷയുടെ ഒന്നുകൂടെ സ്കിറ്റ് കണ്ട് ഓക്കെ പറയണ്ട ഞങ്ങളെ കേട്ടു. വിഷ്ണു പറയട്ടെ. വിഷ്ണു പറയടാ. വിഷ്ണു ചേട്ടാ, ഞങ്ങള് തുടർച്ചയായിട്ട് 20 അതെ താഴ്ന്ന എമൗണ്ട് അടിക്കുമ്പോൾ ഞങ്ങളുടെ അമ്മ TV എൻ്റെ പ്രോഗ്രാം വരുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ട്. ഓരോരുത്തർ കുഞ്ഞു പിള്ളേരൊന്ന് ഗോൾഡ് അടിക്കുമ്പോൾ ഞങ്ങൾ ഏറ്റവും താഴ്ന്ന തുക അടിക്കുമ്പോൾ ഞങ്ങളുടെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട്, ഞങ്ങളുടെ അച്ഛനാണെങ്കിൽ പോലും. പക്ഷേ ഈ ഒരു ഗോൾഡ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ട് ഇറങ്ങിയതാ. ഞാൻ അതിന് ഏറ്റവും വലിയൊരു വഴി വെട്ടുന്നുണ്ട് ഞങ്ങളുടെ ഷോ ഡയറക്ടർ അർജുൻ സാർ, പിന്നെ ഞങ്ങളുടെ രാജേഷ് പാണവള്ളിച്ചേട്ടൻ. അദ്ദേഹത്തിൻ്റെയാണ് ഈ സ്ക്രിപ്റ്റ്. ഞങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്ദി രാജേഷേട്ടനെ ഒന്ന് ഞങ്ങൾ ഫ്ലോറിലോട്ട് ഒന്ന് വിളിച്ചോട്ടെ ചേട്ടാ. തീർച്ചയായിട്ടും. ജീവ, നമ്മുടെ ഈ ഷോ ഇത്ര IPL പോകുന്ന എന്താണെന്നറിയോ? നമ്മുടെ കുറെ നല്ല ഗ്രൂമേഴ്സ് ഉണ്ട്. ശശാങ്കന്, രാജേഷ്, നമ്മുടെ ബാക്കി പിള്ളേരുകളൊക്കെ അവരൊക്കെ ഒരുപാട് ഉറക്കളച്ചിട്ടാണ് ഇവര്. എല്ലാവർക്കും തിരക്കുള്ളവരാണ്. പക്ഷെ അവർ ഈ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. അതിന്റെ ഗുണം നമ്മുടെ സ്റ്റേജിൽ കാണാറുണ്ട്.
അതിൻ്റെ നന്ദി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡ്യൂസർ തരും, ഞാൻ പറയുന്നില്ല ഒന്നും. രാജേഷ എന്താണ്? രാജേട്ടാ പറ. താങ്ക് യു. അതായത് ഇവര് പറഞ്ഞല്ലോ കുറെ ഷെഡ്യൂളായിട്ട് ഇവരിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പൊ ഇത്തവണ അർജുൻ സാർ ഇവരെ വിളിക്കണ കാര്യം പറഞ്ഞപ്പോൾ ഒറ്റ കാര്യം പറഞ്ഞോളൂ. ആ ടീം വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവര് വന്നാൽ നല്ല മാർക്ക് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് ഷെയർ ചെയ്യുകയും ചെയ്തു. വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു നമ്മൾ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, നിങ്ങൾ വന്നാൽ നന്നായിട്ട് കളിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ചെയ്തു കൊടുത്താലും ഇല്ലെങ്കിലും നേരത്തെ ഇവിടെ ജഡ്ജസ് ഒക്കെ പറയുന്ന പോലെ അവർ പെർഫോം ചെയ്ത് തന്നെ കയറ്റണം. അപ്പൊ ഇത് അവരുടെ തന്നെ കഴിവാണ്, അവരുടെ കഴിവ് തന്നെയാണ് ഇവിടെ പ്രകടിപ്പിച്ചത്. നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നുള്ളൂ. ഇവരിപ്പോൾ എൻ്റെ പേര് പറഞ്ഞെങ്കിലും ഞാൻ ശശാങ്കനോടും അഭിജിത്തിനോടും ഒക്കെ ഇതിൻ്റെ കുറിച്ച് സംസാരിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെയാണ് എല്ലാ സ്കിറ്റുകളിലും ചെയ്തു കൊടുക്കുന്നത്. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പൊ ഹാപ്പി ആയില്ലേ? താങ്ക് യു സോ മച്ച്. ഓക്കെ ബാസ്റ്റിൻ. ഓക്കെ ബ്രദർ, റിസൈൻ ചെയ്തല്ലോ. അപ്പൊ മ്യൂസിക് ഇട്ടിറങ്ങാം. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം ഏറയിലെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസിന്റെ ടീമാണ് വരാൻ പോകുന്നത്. ആര്യയുണ്ട്, ആരാധ്യയുണ്ട്, അനിരുദ്ധില്ല, പകരം സൈൻദഫ്. ഓക്കെ, ഒരു വലിയ കൈഡി. സ്വരൂപിണി പാടുകയായി ശ്രീപദമാടുകയായി മദനലഹരി നിറയും ഇവളൊരു വിരഹിണി നിശയുടെ മടിയിലെ അഴകിവൾ. ആരോട് പറയാനോ എങ്ങനെയൊക്കെ ചെവി നിറച്ചു മുടിയിട്ടേക്ക് വലിയ അതെ മഹാരാജാവിന്റെ മുഖത്തോട്ടൊന്ന് നോക്കിക്കേ. ഈ മീശ കാണാവോ? ഈ താടി കാണാവോ? ഞാനൊരു രാജഗുരുവാണ്, അല്ലാതെ ഇവിടുത്തെ തോഴിയല്ല. 3 നേരം ഡാൻസും കളിച്ച് ഇവിടെയൊക്കെ തൂത്ത് ഈ കൊട്ടാരത്തിലെ സകല പണി ഞാൻ തന്നെ ചെയ്യണം. ഇത് പറ്റത്തില്ല. എത്രയും പെട്ടെന്ന് രാജ്ഞിയെ വിളിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരണം. പക്ഷേ രാജഗുരു വേറൊരു പ്രശ്നം കൂടെ. എന്റെ ഭാര്യയെ വിളിക്കാൻ താൻ എന്തെങ്കിലും സൂത്രപ്പണി പറഞ്ഞു തന്നാൽ ഞാൻ അവളെ വിളിച്ചോണ്ട് വരാം. അതറിയാമെങ്കിൽ പിണങ്ങിപ്പോയ എന്റെ ഭാര്യനെ ഞാൻ വിളിച്ചോണ്ട് വരത്തില്ലായിരുന്നോ? അല്ല, തന്റെ ഭാര്യ എന്തിനാ പിണങ്ങിപ്പോയെ? തിരിച്ചു വരാൻ വേണ്ടി പിണങ്ങിപ്പോയതാ. അല്ല പിന്നെ രാജൻ, ഉച്ചക്ക് കഴിക്കാൻ എന്താണ് വേണ്ടത്? രാവിലെ നാം ഒന്നും കഴിച്ചില്ല. ആ രാവിലെ ഒന്നും ഇല്ലാത്തോണ്ടാ ഉച്ചക്കേത്ത ചോദിക്കുന്നേ. ഓർഡർ പറ. ഉച്ചക്ക് നാമിന് നല്ല വാഴയിലിൽ നല്ല തുമ്പപ്പൂ പോലത്തെ ചോറും, പിന്നെ നല്ല മ്ലാങ്ങന്നിരിക്കുന്ന മാമ്പളപ്പുളിശ്ശേരിയും, പച്ചടി, ഈ തോരൻ, അതൊക്കെ രാജഗുരുവിന്റെ ഇഷ്ടം. എന്നോടൊന്ന് ചോദിച്ചില്ല. താങ്കൾക്ക് എന്ത് വേണം? എനിക്ക് പൊറോട്ടയും ബീഫും മതി. പൊറോട്ട ബീഫു നമ്മുടെ കൊട്ടാരത്തിൽ വേണ്ട, നാം പുറത്തു പോയി കഴിച്ചോളാം. പുറത്തു പോയി കഴിക്കാനുള്ള സമ്പാദ്യമൊക്കെ ഇത് എവിടുന്ന്? അടുക്കളയിൽ ഇരുന്ന് ഉരുളി ഞാൻ അങ്ങ് പണയം വെച്ച്. പറയുന്നത് കേട്ടാലേ അകത്തങ്ങ് ഒരുപാട് ഇരിക്കുന്ന കിടക്കാം. ആകെ ഉണ്ടായിരുന്ന ഒരു ഉരുളിയാ, അത് ഞാൻ അങ്ങ് എടുത്ത് പണയം വെച്ച്. എന്റെ കാവിലമ്മേ, അത് ഞാനുണ്ടാവാൻ വേണ്ടി എന്റെ അമ്മ കമിഴ്ത്തിയ ഉരുളിയാണത്. അതൊരു പാലുരുളി ആയോണ്ടാ ഞാൻ പണയം വെച്ചത്. പിന്നെ രാജനെ മുഖം കാണിക്കാൻ വേണ്ടി വെളിയിൽ ആ സുരേഷ് വന്ന് നിൽക്കുന്നു. എന്തിനാണ് എന്നെ വന്നിങ്ങനെ മുഖം കാണിക്കുന്നത്? എനിക്ക് അറിയാൻ വേണ്ടി അതുകൊണ്ടൊന്നും അല്ല, കടം മേടിച്ച കാശേ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പലരും വന്ന് ഇങ്ങനെ മുഖം കാണിച്ചോണ്ട് പോകും. ഇപ്രാവശ്യം അവ പറഞ്ഞിട്ട് പോയത് എന്താണെന്ന് അറിയോ? പൈസ വേണ്ടെന്നോ? അല്ല, ഇനി വരുമ്പോഴേ അവ മുഖം വരയ്ക്കത്തില്ല കാണിക്കുന്നേന്ന്. കൊണ്ട് പ്രജകൾക്കൊന്നും നമ്മളോട് ബഹുമാനമില്ലാണ്ടായി. കൊണ്ട് പണവും പ്രൗഢിയും നിറഞ്ഞൊരു കൊട്ടാരമായിരുന്നു ഇത്. ഇപ്പൊ ഒരു പണവും ഇല്ല, ഒരു പഴവും ഇല്ല. ആകപ്പാടെ തൊലിച്ച സവാളയുടെ ഫിഗർ കണക്കിരിക്കുന്ന ഒരു രാജകുമാരൻ മാത്രമാണ്. പറഞ്ഞു വിട്ടാ പോലും പോകില്ല. അട്ട ഒട്ടിയിരിക്കണാണ് കയ്യിരിക്കണം. എനിക്കറിയാൻ വേണ്ടി ചോദിക്കുവോ, നിങ്ങൾ എന്തിനാ ഇവിടെ കടിച്ചു തൂങ്ങിയിരിക്കുന്നത്? മഹാരാജൻ, അതിന് പണമില്ലെങ്കിൽ എന്താ? ഞാൻ ഡയലോഗ് പറഞ്ഞുപോയി. അന്തസ് പ്രൗഢി പറ. അന്തസ്സില്ലേ, ആ പ്രൗഢിക്ക് എന്താ ഒരു കുറവ്? പിന്നെ എന്താണ് ആ ചൈതത്തിന് എന്താ കുറവ്? നിന്റെ ഈ ഓരോരോ തെള്ളി എല്ലാ ദിവസവും കേൾക്കുമ്പോഴാണ് എനിക്കൊരു സന്തോഷം കിട്ടുന്നത്. പണ്ട് എന്തൊക്കെയോ ഉണ്ടായിരുന്നല്ലോ, ഓർമ്മയൊക്കെ വരും. പിന്നെ രാജൻ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇന്ന് എന്താണ് ദിവസം? ഇന്ന് രാജാവിന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ ഡെക്കറേഷനായി ആ രാജാക്കന്മാർ വരുന്നുണ്ട്. അല്ല, ഒരുക്കങ്ങളൊക്കെ ആരംഭിക്കട്ടെ. എന്തോന്ന് എടുത്ത് വെച്ച് ഒരുങ്ങും? ആകെയുള്ളത് ആ തോഴി നിർമ്മലയാ. അവൾ എന്തായാലും ഇന്നും താമസിക്കത്തേ ഉള്ളൂ. അവൾ എന്താ തിരിപ്പോ? ആ തിരിപ്പ് അതെടുക്കാൻ മറന്നു, അത് കാണുന്നില്ലെന്ന്. രാവിലെ തൊട്ടേ പരതുന്നുണ്ട്. എന്നാ പിന്നെ നമുക്ക് കഴിക്കാനല്ല
പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ച്. ദേ മഹാരാജൻ, നമ്മളെടുക്ക് എന്തോന്നെടുത്ത് വെച്ച് ഒരുങ്ങാനാ ഉള്ളത്? ഒരു കാര്യം ചെയ്യ്, അവര് വരുമ്പോഴേ എന്തേലും നമുക്ക് കൂടെ വാങ്ങിച്ചോണ്ട് വരാൻ പറ. അവര് വരുന്നില്ലേ? അല്ല, അവരോട് നമ്മൾ എന്താ പറയും? പ്രാണി പെറ്റിയെടുക്കാന്നൊക്കെ പറഞ്ഞേ. പ്രാണിയോ? പ്രാണി. അയ്യോ, അതൊക്കെ പറയുന്നത് ഭയങ്കര മോശമില്ലടൂ. എന്റെ ഒരു ഐഡിയ ഉണ്ട്. എന്താ? രാജാവ് അത് കേക്കുവോ? നിന്റെ ഈ ഓരോരോ ഐഡിയ നിങ്ങൾ കേക്കണം. ഞാൻ 6 നാട്ടുരാജ്യത്തെ രാജാവായിരുന്നു. യവന്റെ ഓരോരോ ഐഡിയ കേട്ട് ആകപ്പാടുള്ള ജട്ടി നോട്ടീസ് ഒട്ടിച്ചാണ്ട് ഇല്ല കാണുന്ന കൊട്ടാരം മാത്രം. വേറെ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ലേ. എന്തായാലും എല്ലാം പൊളിഞ്ഞിരിക്കുക. നീ ഇനി നിന്റെ കൂടെ പറ. നമ്മളാ കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലില്ലേ, അവിടെ ഊണിന്റെ 20 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് മേടിച്ചങ്ങ് കൊടുക്കാം. 20 ഊണ് കിട്ടുമല്ലേ? പിന്നെ നീ അത് മേടിച്ചോണ്ട് പോ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താടാ? ആ 20 രൂപ എവിടുന്ന് ഒപ്പിക്കും? അതുമില്ലേ, എന്റെ അമ്മയുടെ കുടിച്ച പൊട്ടിച്ചിട്ടാണ് ഞാൻ രാവിലെ പാല് തന്നെ വാങ്ങിച്ചത്. അത് ശരി. പിന്നെ രാജാവിന്റെ കയ്യിൽ എന്തേലും ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും താ, കാണിക്കാം. ഇതാ പൈസ എടുക്കുന്നു. അയ്യോ, നീ ഇതാണ്ട് ഇത് കണ്ടു. ആ പഴുതാരൊക്കെ ടാറ്റു അടിച്ചിട്ട്. ടാറ്റു ഒന്നുമല്ല, നിന്നെയൊക്കെ തീറ്റി പോറ്റാൻ വേണ്ടി എന്റെ കിഡ്നി വിറ്റതാ ഞാൻ. എന്താണ് രാജഗുരു നമ്മുടെ രാജ്യം ഇങ്ങനെ ശോഷിച്ചു പോയത്? ഓരോ രാജാക്കന്മാർ ഓരോന്ന് വെട്ടിപ്പിടിച്ചപ്പോ രാജൻ ഇവിടെ കെട്ടിപ്പിടിച്ചിരുന്നു. അതാ ഇങ്ങനെ ശോഷിച്ചു പോയത്. ഞാൻ എവിടെയെങ്കിലും പോയി എന്തേലും തെണ്ടിയെങ്കിലും കൊണ്ടുവരാം. അതാകുമ്പോ രാജഗുരുവിന് കറക്റ്റ് ആയിരിക്കും. ആ ഫിഗർ ഡിറ്റോയാ തെണ്ടാനുള്ളത്. രാജൻ ഇനിയെങ്കിലും നമ്മുടെ പഴയ അന്തസ്സും പ്രൗഢിയും എല്ലാം എനിക്ക് തിരിച്ചു പിടിക്കണം. യുദ്ധമെങ്കിൽ യുദ്ധം, അതിനു വരെ ഞാൻ തയ്യാറാണ്. രാജൻ രക്ഷിക്കണം, രാജൻ രക്ഷിക്കണം, രാജൻ ഒന്ന് രക്ഷിക്കൂ. എന്താ മുടിയുടെ അന്നാക്കി കുരുങ്ങിയ? അയ്യോ, അതൊന്നും അല്ല. നമ്മുടെ അയൽ രാജ്യത്തെ പിങ്കള രാജൻ നമ്മളോട് യുദ്ധത്തിനായി വരുന്നു. ഈ ചെറുക്കന് വയ്യ, എനിക്ക് അറിയാൻ വയ്യാട്ട് പോയി. വല്ല പ്രാന്താവല്ല യുദ്ധം ചെയ്താ കൊതി തീരാത്തൊരു ചെറുക്കനുണ്ടോ? അതെങ്ങനെ രാജാവിനറിയാ? നമ്മുടെ ആ മാവിലെ അതൊരു പഴുത്ത മാമ്പഴം ഉണ്ടായിരുന്നു. ഞാൻ അത് പറിക്കാൻ വേണ്ടി പണ്ട് നേർത്തൊരു അമ്മ അങ്ങോട്ട് വിട്ടായിരുന്നു. കഷകാലത്തിനാൽ അവന്റെ രാജ്യത്തെ അങ്ങ് പതിച്ച് അവൻ ഉടനെ തന്നെ അവന്റെ ബീരങ്കി വെച്ച് നമ്മുടെ കൊട്ടാരത്തിന് മേൽക്കൂര അടിച്ചു പൊട്ടിച്ച്. താനിപ്പോഴും മേലോട്ട് എന്ന് കയറിക്കൊടു. താർപ്പ വിളിച്ചിട്ടേക്കണം. വെറുതെ ഒന്നും അല്ല മഹാരാജൻ. ഇന്നലെ പിങ്കളദേവൻ ഒരു വീഡിയോ ഇട്ട് അതിന്റെ താഴെ ചെന്ന് ഞാനൊരു കമന്റും അങ്ങ് ഇട്ട്. അയ്യോ, താൻ എന്തിനാണോ തല വെച്ച് കൊടുത്തത്? അരി വേമിക്കാൻ വൈപ്പുണ്ടവർ കൊണ്ടുവരാന്ന് പറഞ്ഞവനാ അരി മേടിക്കാനുള്ള വകുപ്പായിട്ട് കൊണ്ടുവന്നേക്കുന്നുണ്ട് ഈ തരാ. അയ്യോ, താണ്ടാവും വരുന്നേ. എന്റെ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിക്കുവോ? ഈ ഒരു കാര്യം ചെയ്യ്, നിന്റെ മുടിയും താടിയും കൂടെ ഫ്രണ്ടിലോട്ടിടും. പുൽപ്പൊട്ടിയാന്ന് വിചാരിച്ചു അങ്ങോട്ടങ്ങനെ മാറി നിൽക്കണം. വരണം പിങ്കള രാജൻ. ഞാൻ നിങ്ങളുടെ സൽക്കാരത്തിന് വന്നതല്ല. എന്തിനും ഇതിനൊരു സന്ധ്യ വേണമല്ലോ. അതെനിക്കും ഉണ്ട്. എന്താണ് സന്ധി? സന്ധ്യ ചർച്ച അത് വേണ്ടി. സന്ധ്യ ചർച്ചയ്ക്ക് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ചെമ്മരിയാടിന്റെ തല വെട്ടിയതിനു ശേഷം സന്ധ്യ ചർച്ചയാവാം. എന്നെയാ ഉദ്ദേശിച്ചത്. ആട് ജീവിതം ഇറങ്ങിയപ്പോഴെങ്കിലും ഏറിക്കേറി രക്ഷപ്പെടാൻ വയ്യ. മഹാരാജൻ എങ്ങനെയും ഒന്ന് രക്ഷിക്കേ. ഞാൻ അവിടെ പറയാം. അതെ പിങ്കളു ഞാൻ പറയുന്നോണ്ടൊന്നും വിചാരിക്കല്ലേ. ഈ യുദ്ധം എന്ന് വെച്ചാൽ ഭയങ്കര ഇച്ചീച്ചിയാ. അത് നമ്മൾ തന്നെ ഭയങ്കര വഴക്കുണ്ടാക്കും, അടി ഇടിയൊക്കെ. അപ്പൊ പിങ്കു ഇതിന് പിന്മാറണം. രാജൻ, അങ്ങയോടുള്ള ബഹുമാന സൂചകമായി ഞാൻ പറയുന്നു, പിങ്കു ഞാൻ വീണ്ടും ഒരു കാര്യം പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നമ്മൾ 3 പേരല്ലേ ഉള്ളു. 3 പേർക്ക് കേൾക്കാനുള്ള ഒച്ചയിൽ അങ്ങ് പറഞ്ഞാൽ മതി. അല്ലെ നാട്ടുകാരെല്ലാം കൂടെ ഇടിച്ചു തള്ളിക്കറി ഇങ്ങോട്ട് വരും. സാധ്യമല്ല. അത് കറക്റ്റ് മീറ്ററാ. ഇനി എനിക്ക് ക്ഷമല്ല. ഞാൻ യുദ്ധത്തിന് തയ്യാർ. എങ്കിൽ ഞങ്ങളും തയ്യാർ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഞങ്ങളുടെ കാലപ്പടയെ ഇറക്കും. എങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ കുതിരപ്പട ഇറക്കും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ ആനപ്പട ഇറക്കും. രണ്ടൂടെ ഇനി ഇവിടെ കിടന്ന് ഒച്ച വെച്ച 2 പട ചവിട്ടി ഞാൻ തെള്ളിയിടും. ഞാൻ വെളിയിലോട്ട് ഞാൻ പറഞ്ഞേക്കാം. അല്ല പിന്നെ വിഷയം നടക്കുന്ന സംഭവം എന്താണ്? ഈ കൊല്ലു വരെ എത്തിയപ്പം എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത്? ഞാനൊരു റീൽസ് വീഡിയോ ഇട്ടപ്പോ തന്റെ ഈ കുരു അതിന്റെ താഴെ മോശം കമന്റ് ഇട്ട്. എന്താണോ താൻ കമന്റ് ഇട്ടത്? കൊതുകിനും ഇല്ലേ കൃമികടീന്ന്. കൃമികടി ഒരു രാജഗുരുട്ട കമന്റാ. തനിക്ക് തന്റെ മീശ താഴോട്ട് നീട്ടി വളർത്തി അണ്ണാക്കിലോട്ട് കടത്തി വെക്കാൻ വയ്യായിരുന്നു.
അയ്യോ അല്ല അങ്ങനെ പറയണെങ്കിൽ അതിനൊരു ഏതായാലും ഒരു കാരണം കാണും. ആ കാരണം എന്താണെന്ന് എനിക്കറിയണം. ആ ഡാൻസ് എനിക്കൊന്ന് കാണണം. കാണിക്കാം. പക്ഷേ രാജൻ പറയണം ഈ ഗുരു ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന്. ശരിയാണോ തെറ്റാണോ ഞാൻ പറയാം. ഇതൊന്നും ഇവിടെ വെച്ചോട്ടെ. അതൊക്കെ ആ കളി എങ്ങനെയുണ്ട് രാജാവ് എന്റെ നൃത്തം? എനിക്കൊന്നും പറയാനില്ല. നിന്നുമായിട്ട് യുദ്ധം ഞാൻ ചെയ്യുന്നില്ല. അതെന്താ രാജാവേ? അഥവാ നിന്റെ കൈകൊണ്ട് വെട്ടുകൊണ്ട് ഞാൻ മരിക്കുമെന്ന് നീ വിചാരിച്ചോ? എന്റെ 4 തലമുറക്കായിരിക്കും നാളെക്കേട്. അതുകൊണ്ട് ഞാൻ ഈ രാജഗുരുവിനെ തല അടക്കാൻ പോവാ. അതിന് ഞാനെന്ത് തെറ്റ് ചെയ്ത്? ഞാനെന്ത് തെറ്റ് ചെയ്തെന്നാ? താൻ ആ റീല് മുഴുവൻ ഇരുന്ന് കണ്ട് എന്നിട്ട് അതും പോലെ തന്നെ അതിന്റെ കമന്റ് വിട്ടു. തന്നെ പോലെ ആൾക്കാരെ ലെവനെ പോലുള്ളമാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കും. അതുകൊണ്ട് ഞാൻ പറയുക, പിന്നെ നിന്നോട് എനിക്കൊരു ഉപദേശം തരാറുണ്ട്. ഇതൊരു കപ്പേ തീരത്തില്ല. നീ അതിന്റെ മരത്തിൽ പോയി ഒരു കടിയങ്ങ് കടിക്കണം. എന്നാലും നിനക്ക് ഇത്തിരി സമാധാനം കിട്ടും. എടാ പേട. ഉഗ്ര സ്കിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഉഗ്ര സ്കിറ്റ്, ഒരു അടിപൊളി കൈഡി. ഒരു ഗതികെട്ട രാജാവും അതിനേക്കാളും ഗതികെട്ടൊരു രാജാവും അതിലും ഗതികെട്ടൊരു അയൽ രാജാവും. ബിജുക്കുട്ടൻ ചേട്ടാ തുടങ്ങിക്കോ. സൈന്ധവേ, ആര്യാദ്യ സൂപ്പർ സ്കിറ്റ് ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, അടിപൊളി. നിങ്ങളുടെ കോസ്റ്റ്യൂമിൽ തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതേ അപ്പൂപ്പന്താടി പറക്കണ പോലെയാണ് ഡാൻസ് കളിച്ചേട്ടാ മോൻ. 3 പേരും നല്ല രസമുണ്ടായിരുന്നു. ഈ കളർഫുൾ പോലെ തന്നെ നിങ്ങളുടെ സ്കിറ്റും കളർഫുൾ ആയിരുന്നു. കുറേ തമാശകൾ ഉണ്ടായിരുന്നു, നല്ല കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യം ആ ഡാൻസ് കഴിഞ്ഞ പിന്നെ ഒന്ന് ചെറിയൊരു സ്തംഭനം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴില്ല, നിങ്ങൾ കളിച്ചു കയറ്റി. സൈന്ധവൊക്കെ 3 പേരും നല്ല അടിപൊളിയായിട്ട് അവസാനം വന്നപ്പോ നല്ല ജില്ലായിട്ടാ. അത് നിങ്ങളുടെ ഒരു കഴിവാണ്. അപ്പൊ മക്കളെ അടിപൊളി, ഓൾ ദ ബെസ്റ്റ്. അനന്താണ്ട് സ്കിറ്റ് അനന്താണ്ട് ഞങ്ങളെ മൊത്തം പഠിപ്പിച്ചെടുത്ത്. അതല്ലേ, ഓക്കെ അനന്തരനോട് കൈയടി കൊടുക്കണം കേട്ടോ. അപ്പൊ നന്നായിട്ട് സൈന്ധവന് പ്രത്യേക എനർജി ഇല്ലായിരുന്നു. അതെ, സത്യമായിട്ട് മറ്റേ ടീമിൽ നിന്ന് മാറി. അതിന്റെ ഒരു സന്തോഷമൊക്കെ അവൻ നന്നായിട്ട് കളിക്കുന്നുണ്ടോ നോക്കാം. മറ്റേ ടീമിൽ ഈ ടീമിൽ വന്നിട്ട് നന്നായിട്ട് കളിക്കുന്നുണ്ടോ നോക്കാനേ. അവിടെ കർട്ടന്റെ മറവിൽ നാല് കണ്ണ്. ഓക്കെ, അപ്പം പ്രചോദേട്ടാ നല്ല പൊളപ്പൻ സ്കിറ്റാണ് കേട്ടോ. നിങ്ങൾ ഈ പ്രായത്തിലൊക്കെ എൻ്റെ മക്കളെ ഇത്രയും ഗംഭീരമായിട്ടൊക്കെ കളിക്കാന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത ലെവലിലാണ് നിങ്ങൾ കളിച്ചു വെച്ചിരിക്കുന്നത്. സൈന്ധവ് ഇങ്ങോട്ട് വന്നിട്ടൊരു പൂന്ത് വിളയാടമെന്ന് പറഞ്ഞാൽ എൻ്റെ സൈന്ധവ നീ എന്നാ കളികളാണ് കളിക്കുന്നത്, ഒരു രക്ഷയില്ലടാ. അതുപോലെ ആര്യ, നിങ്ങളുടെ ആ തുടക്കത്തിലെ സംഭവങ്ങളൊക്കെ വന്ന നിങ്ങളുടെ രണ്ടിനെയും കോമ്പിനേഷൻ ഭയങ്കര രസമായിരുന്നു. ആ തുടക്കത്തിലെ കൂടെ ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു പമ്മൽ വന്നിട്ട് പിന്നെ അങ്ങോട്ട് കയറി ഒരു വിളയാടൽ അങ്ങോട്ട് വന്നു. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ആരാധിക്ക് ഇത്രയും എനർജി ഉണ്ടെന്നുള്ളത് ഈ ഡാൻസ് കളിച്ചപ്പോഴാണ്. നീ മറ്റേ വരുമ്പോൾ ആരാധിക്ക് ഒരു ടെൻഷനുണ്ട്, ഡയലോഗ് മറന്നു പോകും, എന്താണ് ഒരു ടെൻഷൻ. ഇന്ന് ആ ടെൻഷൻ ഒന്നും ആരാധിക്കില്ല. അത് മാത്രമല്ല, ആരാധ്യ മിക്കവാറും ലാസ്റ്റ് ആയിരിക്കില്ല വരുന്നത്. ആദ്യം 2 പേരെ വിട്ടിട്ടില്ല, അവിടെ നിന്നിട്ട് ആരാധ്യ മുഴുവൻ നോക്കുന്ന ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെയാ. അതെ ജീവൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് നോക്കും, ഇടയ്ക്ക് എന്തെങ്കിലും ചക്ക കഴിഞ്ഞ് ഇങ്ങനെ നോക്കും, നമ്മളെ നോക്കുന്നത്. അതെ പക്ഷെ ഇന്ന് ആരാധ്യയുടെ പവർ എന്താണെന്നറിയോ? മറ്റിടത്തെ മറ്റേ രാജാവാണല്ലോ വരുന്നത്. ആ പവർ മുഴുവൻ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ പൂന്ത് വിളയിടുകയായിരുന്നു. അത് മോളെ നിന്റെ ഡാൻസൊക്കെ എക്സ്ട്രാ എനർജിയായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ നിങ്ങൾ കണ്ട ഏറ്റവും വലിയ സവിശേഷത, ഒരു ഡയലോഗ് തെറ്റില്ല. ഇടയ്ക്ക് ആര്യ പറഞ്ഞു ഞാൻ ഡയലോഗ് പറഞ്ഞു പോയി, കുഴപ്പമില്ല പറഞ്ഞോളൂ. കാര്യം അത് ഗീവ് ആൻഡ് ടേക്ക് എന്നൊക്കെ പറയുന്നത് ഇവിടുന്ന് ഒരാൾ പറഞ്ഞു തരാതെ, ഗ്രൂമേഴ്സ് പറയാതെ, ആരെയും പേടിക്കാതെ നിങ്ങളത് ഹാൻഡിൽ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ല ഗുണമെന്ന് പറയുന്നത്. അതെ, നിങ്ങൾ ഈ ഒരു മീറ്റർ കീപ്പ് ചെയ്ത് ഇനിയും ഒരുപാട് സ്കിറ്റുകൾ ചെയ്യണം കേട്ടോ. കണ്ണു വെക്കാതിരിക്കട്ടെ 3 പേരും. വളരെ മക്കളെ 3 പേരും ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഈ കോഴിക്കോട് നിന്ന് വരുന്ന രാജാക്കന്മാരെ കണ്ടിട്ടുണ്ടോ? അതാണ് കോഴിക്കോട് നിന്ന് രാജാവ്. പക്ഷെ മക്കളെ നല്ല സ്ക്രിപ്റ്റ്, നല്ല രസം, ഉള്ളത് കുറച്ച് മതി, നമുക്ക് ശകലം മതി. വയറ് നിറയണമെങ്കിൽ ഇച്ചിരി ആഹാരം കഴിച്ചാൽ മതി എന്ന് പറയുന്ന പോലെ നിങ്ങൾ 3 പേരും നല്ല മനോഹരമായിട്ട് ആ സ്കിറ്റ് 3 പേരും ചെയ്ത്. സൈന്ധവേ, ഐ ലവ് യു. ആ 3 പേരും അടിപൊളിയായിരുന്നു. ഈ മക്കള് നമ്മുടെ ഇത് ഐറ്റം വേറെയിലെ 3 മണിമുത്തുകളാണ്. താങ്ക് യു നസീർക്ക. അപ്പോ പൈസ കിട്ടാൻ പോട്ടെ, കൊട്ടാരത്തിലേക്ക് കുറെ നാൾ ശേഷം പൈസ വരാൻ പോവാണ്. ബിജുകുട്ട ചേട്ടാ, ഞാനൊരു
12,000 രൂപ കൊടുക്കാം. 12,000 രൂപ. ഓ, ടാർപ്പ മാറാം, ഉരുളി തിരിച്ചെടുക്കാം. ഓക്കെ, നസീർക്ക് എത്ര? ഞാൻ 15,000 രൂപ കൊടുക്കോടാ. ഓ, ടോട്ടൽ 27,000 രൂപ. 20 രൂപയുടെ ഊണല്ല, നമുക്ക് പൊറോട്ടയും ഇറച്ചിയും. ഓക്കെ, ഇനി ഞാൻ വെച്ച് താമസിക്കുന്നില്ല. ദാ പിടിച്ചു. ടോട്ടൽ എമൗണ്ട് ഓക്കെ. 50,000 രൂപ. അടിപൊളി, ഉഷാർ. അപ്പൊ അടുത്ത പ്രാവശ്യം ഇതേപോലെ ഉഷാറുള്ളൊരു സ്കിറ്റുമായിട്ട് വന്ന് കുറെ ചിരിപ്പിക്കണം. ശരി രാജാവേ. സമയമുണ്ടെങ്കിൽ ഞങ്ങളോട്ടൊരു യുദ്ധത്തിന് ഇറങ്ങണം. ശരി. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്തൊരു ടീം റെഡി ആയിട്ടുണ്ട്. സ്കിറ്റ് റെഡി. വിളിക്കട്ടെ. വിഷ്ണു ഉണ്ട്, പ്രീത് ഉണ്ട്, റൈച്ചേട്ടനുണ്ട്. 3 പേര് ലെറ്റ്സ് വെൽക്കം. അയ്യോ, എനിക്ക് വയ്യ. എനിക്ക് ഇത് ഞാൻ മരിക്കാൻ പോവാ. മറിക്കാൻ പോവാന്നല്ല പറഞ്ഞേ, മരിക്കാൻ പോവാന്ന്. എടി, ഇത് എന്റെ ഭർത്താവിന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. അടി, അങ്ങാനുണ്ടല്ലോ, വഴി കിടക്കുന്ന ആൾക്കാരെ എല്ലാം വിളിച്ചോണ്ട് വരും, വൃത്തിയില്ലാത്ത. അവരെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കി അവരുടെ ഇപ്പോഴത്തെ ഫോട്ടോയും വൃത്തിയാക്കിയ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടും. എന്നിട്ടൊരു ക്യാപ്ഷനും അങ്ങിടും. മുമ്പും പിമ്പും എന്നൊരു ക്യാപ്ഷനും അങ്ങിടും. ചാരിറ്റിക്ക് വേണ്ടിയാ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് വയ്യടി. ഈ വെള്ളമൊക്കെ കോരി വെള്ളം ചൂടാക്കിയൊക്കെ എനിക്ക് ഒട്ടും വയ്യ. അയ്യോ വേണ്ടടി, വേറൊരുത്തനെയും കൊണ്ട് വരുന്നുണ്ട്, എനിക്ക് വയ്യ. ഇങ്ങോട്ട് വന്നേ. പേടിക്കണ്ട, ഇതെന്റെ വീടാ. പിന്നെ ഇതെന്റെ ഒരു ഹോബിയാണ്. ഈ തെരുവിലൊക്കെ ഇങ്ങനെ കിടക്കുന്നവരെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി മുടിയൊക്കെ വെട്ടി കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തിയിട്ട് 2 ഫോട്ടോ എടുക്കും. എന്നിട്ട് അത് മുമ്പും പിമ്പും കാണിച്ചു തരും. അയ്യോ, പഴയ ഫോട്ടോ പുതിയ ഫോട്ടോ കാണിച്ചു തരും. എന്ത് സരള, എന്തുവാ മനുഷ്യ? നീ വാ. എന്തുവാ? താരാ വന്നിരിക്കുന്നത് നോക്ക്. അയ്യ, പറച്ചിലേട്ടാ തോന്നുമല്ലോ യൂസഫ് അലി വിളിച്ചോണ്ട് വീട്ടിൽ വന്നേക്കുവാണ്. യൂസഫ് അലി എന്ന് പറഞ്ഞ അയാള് ചാരിറ്റബിൾ നടത്തുന്നുണ്ട്. ഞാനും അതുപോലെ ചെറിയൊരു ചാരിറ്റബിൾ നടത്തുന്നു. യൂസഫ് അലി നടത്തുന്നത് ചാരിറ്റി പ്രവർത്തനം. നിങ്ങൾ ചെയ്യുന്നതോ വഴി കിടക്കുന്ന ആൾക്കാരെ വീട്ടിൽ കൊണ്ട് ചാരി നിർത്തി കുളിപ്പിക്കുന്നു. അതാ നിങ്ങളുടെ ചാരിറ്റി. എന്താ പറഞ്ഞാൽ അങ്ങനെ വായിക്കാത്ത തുണി എടുക്കുക, അങ്ങനെ ചത്തുപോകുന്നു. എടി, അത് എടുത്തു കഴിഞ്ഞാൽ തെറിയാണെന്ന്. തെറി പറഞ്ഞാലും സാരമില്ല, നിങ്ങൾ അത് എടുക്ക്. എടി, മുട്ടൻ തെറിയാണെന്ന്. മനുഷ്യ ഇങ്ങി വന്നേ. എന്തുവാ? നമ്മൾ രണ്ടുകൂടെ മാത്രം സംസാരിച്ചാൽ ഇത് നീങ്ങി പോവോ? ഇല്ല, 3 പേര് സംസാരിക്കണം, അന്നല്ല കഥ മുന്നോട്ട് പോകത്തുള്ളൂ. അതെടുക്കാദ്യം. അങ്ങനെയാണ് കെട്ടടിക്കാം. കാല് ഓടത്തില്ല, ഞാൻ അവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയേ. എന്റെ ദൈവമേ, ഇതുപോലെ വൃത്തിയാക്കാൻ മടിയുള്ള ഒരു മനുഷ്യൻ എന്റെ ജീവിതത്തിൽ കാണുക. വൃത്തിയാക്കല്ലേ. നീ പോയി ചൂടുവെള്ളം എടുത്തുണ്ടോ? ഇപ്പൊ കൊണ്ടുവരും. അയ്യോ, എന്നെ പുഴുകാൻ പോവല്ല. അല്ലേ, ചൂടുവെള്ളം കൊണ്ടുവന്നിട്ട് നിന്റെ ദേഹ ആസനമെന്ന് തുടയ്ക്കണം. ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. അതാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചോട്ടെ, എന്നെ എന്തിനാ നിങ്ങളിങ്ങനെ വെറുതെ വൃത്തിയാക്കുന്നത്? മരിച്ചുപോയ എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാ. മരിച്ചുപോയ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണെങ്കിലേ ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കലെങ്കിലും ഇയാളെ കൊണ്ടുപോയി ഒരു ന്യൂറോളജിസ്റ്റ് കാണിക്കണമായിരുന്നു. അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഓർമ്മ വേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതല്ല ഞാൻ പറയാം. മരിച്ചുപോയ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടെന്നാ പറഞ്ഞത്. മരിച്ചുപോയ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടി തന്നെ എന്നാ ഞാനും പറഞ്ഞത്. ഓ, ഇവനോട് ഇതങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും ഞാൻ. ഓ, എനിക്ക് മനസ്സിലായി. എന്തുവാ? ശരിക്കും പറഞ്ഞാൽ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടല്ല നീ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്. അതെങ്ങനെയാ? എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ മരിക്കണ്ടേ? ഞാൻ മരിച്ചു പോയാലല്ലേ എന്റെ ഓർമ്മയ്ക്കെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞ എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കെന്നാ ഞാൻ പറഞ്ഞത്. എന്നെ വൃത്തിയാക്കിയാലേ നിനക്ക് നിന്റെ അച്ഛനെ ഓർമ്മ വരത്തുള്ളൂ. ഇയാൾക്ക് വൃത്തിയാവണോ? ഞാൻ വെള്ളം ഇങ്ങോട്ട് വന്നത് കൊണ്ടുവരുവാ. അല്ല, എന്തൊരു വെള്ളമൊക്കെ ആയിട്ട് വരണം. നിന്നെ കുളിപ്പിക്കണ്ടേ? എന്നെ കുളിപ്പിക്കുന്നില്ല. നൈസായിട്ടൊന്ന് തുടച്ചെടുക്കുന്നേ ഉള്ളു. പേടിക്കണ്ട കേട്ടോ. പേടിക്കണ്ട, തുടച്ചാ മതി കേട്ടോ. കുളിപ്പിക്കല്ലേ? ഇല്ല. കുളിപ്പിക്കല്ലേ? ഇല്ലെന്ന്. ഇതെന്താണ്? എനിക്ക് ചെവിപ്പുറം ഭയങ്കര ഹലോ ചേച്ചി, പറ ചേച്ചി. എടി, ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ. അയ്യോ, എന്തുവാ ചേച്ചി? ഞങ്ങള് പുതിയൊരു സ്കൂട്ടർ വാങ്ങിച്ചടി. ആണോ?
പിന്നെ അവള് വലിയൊരു പത്രാസുകാരി വന്നേക്കുന്നു. ആ ചേച്ചി, എന്നാടി? ചേച്ചിയോട് ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയായിരുന്നു. എന്തുവാ? ഞങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് കാർ മേടിച്ചായിരുന്നു. ഏത് മോഡല്? ആ മോഡലൊക്കെ അണ്ണൻ പറയൂ. അണ്ണന്റെ കൊടുക്കാവേ. നീ എന്തിനടി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നേ? ഭയങ്കര പത്രാസുകാരിയാണ്. ഓ പത്രാസുകാരി. ഹലോ ഹലോ, ആ പറഞ്ഞോ ചേട്ടാ ഏത് മോഡലാ വാങ്ങിച്ചേ? ഇതൊരു 85 മോഡലാ. എഞ്ചിനൊക്കെ എങ്ങനെയുണ്ട്? അയ്യോ എഞ്ചെന്ന് പറഞ്ഞ ഭയങ്കര പുക ഇതൊക്കെയാ. ഓയിലൊക്കെ? ഓ ഓയിൽ എന്ന് പറഞ്ഞ ചെറുതായിട്ട് ലീക്ക് കൊണ്ട് വച്ചേ. പിന്നെ ബോണറ്റിനകത്ത് പറയാ പൊടിയും കരിയൊക്കെ കൂടി ഇരിക്കുക കേട്ടോ. ആ കേട്ടു. ആ ശരി 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 ഓക്കെ, ഞാൻ വിളിക്കാം. നീ എന്തിനാ ആവശ്യമില്ലാത്ത വിളിച്ച് പറയുന്നേ? ഇനി പറയത്തില്ല. ആ നമുക്കേ കുളിക്കാൻ പോയാലോ? കുളിക്കണ്ട കുളിക്കണ്ട കുളിക്കണ്ട. കുളിക്കാൻ പോകല്ല, നമുക്കൊന്ന് തുടച്ച് ഉടുപ്പൊക്കെ ഒന്ന് മാറിയിട്ട് വരാന്ന്. ഓ മാറാനോ? ആ ബാ മാറാ. ഇങ്ങോട്ട് ബാ. കുളിപ്പിക്കല്ലേ? ഇല്ല കുളിപ്പിക്കത്തില്ല. എനിക്ക് ഇക്കളെടുക്കും. ആ ഇക്കളെടുക്കും. പതുക്കെ പോണേ. കേറ് ഇങ്ങോട്ട് കേറ്. ഉടുപ്പൂര്. പെയ്യ അങ്ങോട്ട് ഊരിയേ. വേണ്ട എനിക്ക് പെയ്യ ഊര. നീ എന്താ ഇവിടെ പൊടിയപ്പുറത്ത്? അവള് ഉടനെ വന്നേക്കുന്നു. അങ്ങോട്ട് ഊരിയ പാൻറ് കൂടെ അങ്ങോട്ട് ഊര് പെയ്യേ. ആ സോപ്പൊടി മഞ്ഞപ്പൊടിയും എടുത്തേ. പിന്നെ മഞ്ഞപ്പൊടി വരെ അവിടെ മഞ്ഞൾ നീരാട്ട് നടക്കുമല്ലോ. അയ്യോ എന്റെ കാല്. എന്താ കാല് കുഴിനൊക്കെ ഇങ്ങനെ നേരെ നിൽക്കും അങ്ങോട്ട്. അയ്യോ നിക്ക്. ചെവിക്കകത്ത് വെള്ളം പോയി. അയ്യടി ചെവിക്കകത്ത് വെള്ളം പോയെന്നോ? ആ ഡെറ്റോൾ അവിടെ പോണ്ടോ? പെട്രോളിനെക്കാളും നല്ലത് പെട്രോൾ അല്ലയോ? അതെന്തിനാ? അതാകുമ്പോ അതിനകത്ത് നിർത്തി കത്തിക്കാവല്ലോ. ആ തലമുടി നീരിയേ നേരെ ആയിരുന്നല്ലോ. അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ഇടത്തോട്ട്. ആ മതി ഓക്കെ. ഇപ്പഴാ റെഡിയായേ? ഓക്കെ. ആരാന്ന് ചോദിച്ചത് കേട്ടില്ലേ? ആരാന്ന്? ഒരുമാതിരി മുണഞ്ഞ ചോദ്യം എന്നോട് ചോദിച്ചു. റോഡിൽ കൂടെ വെറുതെ പോയി എന്നെ പിടിച്ചു വന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കുളിപ്പിച്ച് വൃത്തികേടാക്കി വെച്ച് ഇപ്പൊ ചോദിക്കാം ഞാൻ ആരാ? അണ്ണ ഇങ്ങോട്ട് വന്നോ? എന്തുവാടി ഇതാരാ വന്നിരിക്കുന്നത്? മുമ്പേ ഞാൻ കൊണ്ടുവന്നില്ലേ? ആ പുള്ളിക്കാരനാണ്. ആണോ? മേക്കോവർ ഭയങ്കര മേക്കോവർ ഇല്ലയോ? അയ്യോ ഇങ്ങനെ മേക്കോവർ ആണ്. നിങ്ങൾക്ക് കൂടെ അങ്ങ് മേക്കോവർ ചെയ്യാൻ വയ്യായിരുന്നോ? നിങ്ങൾക്ക് കൂടെ മേക്കോവർ ചെയ്യാൻ വയ്യായിരുന്നോന്ന്? ആ ഫോണിങ് എടുത്തേ. ഒരു സെൽഫി എടുത്ത്. വേണ്ട ഫോട്ടോ എടുക്കണ്ട. അതെന്താ? ഫോട്ടോ എടുത്തേ പറ്റൂ. ഫേസ്ബുക്കിലിടണ്ടേ? വേണ്ട. അങ്ങനെ പറയല്ലേ. അങ്ങനെ പറഞ്ഞാൽ ഫേസ്ബുക്കിലിടാൻ പറ്റത്തില്ല. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പോലീസ് പിടിക്കും. പോലീസ് പിടിക്കുന്നു? ഞാൻ ഒരു പിടികിട്ടാ പുള്ളിയാ. അത് ചുമ്മാ ആണെന്ന്. 6 വർഷത്തിന് മുമ്പ് 6 പേരെ കൊല ചെയ്തിട്ട് വന്ന അറുമുഖനാണ് ഞാൻ. 6 6 12 12 6 18 18 6 24. അതെന്തോന്ന്? 24 വർഷം ജയിലിൽ കിടക്കുമെന്ന്. ആര്? അവൻ. അയ്യോ എന്റെ പൊന്നെ ഒന്ന് ഇറങ്ങിത്താടാ. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിങ്ങളോട് ഞാൻ ആവുന്ന പറഞ്ഞ് എന്നെ വൃത്തിയാക്കല്ലേ എന്റെ മുടിയും താടി എല്ലാം വെട്ടിക്കളഞ്ഞ് ഈ കോലത്ത് പുറത്തോട്ട് ഇറങ്ങിയാലുണ്ടല്ലോ എന്നെ പോലീസ് പൊക്കിക്കൊണ്ട് അറിയോ? പോലീസ് പിടിക്കണടാ, നിന്നെ പോലീസ് പിടിക്കണം. അങ്ങനെ എന്നെ പോലീസ് പിടിച്ചാൽ ഞാൻ പറയും എന്റെ ബോസിന്റെ കൂടെ ആയിരുന്നു ഞാൻ ഇത്രയും കാലം വന്നു. അങ്ങനെയാണ് നിന്നെ ബോസിനെ ഒരുമിച്ച് പോലീസ് പിടിക്കണം. ആ ബോസ് നിങ്ങളാണെന്ന് ഞാൻ വിളിച്ചു പറയും. ഞാനോ? അയ്യോ ഇനി പിന്നെ എന്ത് ചെയ്യും? നിങ്ങൾ അനുഭവിച്ചോ? എന്റെ പൊന്നെ ഒന്ന് ഇറങ്ങിത്താടാ. പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ഇനി ഈ താടി മുടി എന്ന് കിളിത്തിറങ്ങുന്നുവോ അന്നേ ഞാൻ ഈ വീട് വിട്ട് പുറത്തു പോകും. ഇവന്റെ താടി മുടി എങ്ങനെ കിളിക്കാനുള്ള മരുന്ന് വിടുന്നോ? കരടി നെയ് കൊള്ളാവും. കരടിയോട് പോയി ചോദിക്കും. അയ്യോ എന്റെ പൊന്നെ ഒന്ന് ഇറങ്ങിത്താടാ. പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. എടാ പോലീസുകാർ വന്ന എന്നോട് പിടിക്കൂടാ. ഇതാണ് പറയുന്നത് വേലിയിരിക്കുന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തടത്ത് വെക്കരുതെന്ന്. തരലേ ഒരാളാ. നല്ലൊരു ഉഗ്രം കൈയടി. പ്രജിത്തെ, റജി, വിഷ്ണു, സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണ് കിട്ടിയ പോലെ പോയി അല്ലേ? ഒരു ഗംഭീര തുടക്കമായിരുന്നു കേട്ടോ. ഞാൻ ഈ ത്രെഡിന് നല്ലൊരു കൈയടിയായിരുന്നു. ഉഗ്രം ത്രെഡായിരുന്നു. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. കാര്യം പലരും ഇപ്പോൾ ഈ പറയുന്നത് പോലെ വെളിയിലുള്ള ആൾക്കാരെ കൊണ്ട് വൃത്തിയാക്കുന്നുണ്ട്, ചാരിറ്റി ചെയ്യുന്നുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ. മുമ്പും പിമ്പുമുള്ള ഫോട്ടോസൊക്കെ എടുത്ത് ഒരുപാട് പേര് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ എന്തോ നിങ്ങൾ കളിച്ചു വന്ന മീറ്ററുകൾ തുടക്കം ഒരു 5 മിനിറ്റ് 4 മിനിറ്റ് വരെ നല്ല രസമായിട്ട് പോയി ഒരു സ്ഥാനത്ത് ചുറ്റിപ്പോയി. അത് എനിക്ക് ഒന്ന് എന്ത് പറ്റി റജി? ഒരു പെട്ടെന്നൊരു കൺഫ്യൂഷൻ വന്നാണോ അതോ റിഹേഴ്സലിൻ്റെ കുഴപ്പമാണോ? എന്താണ് കൺഫ്യൂഷൻ വന്നാൽ? ശരിയാണ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ റൂട്ടിൽ നിന്ന് പോകാൻ വലിയ പാടാണ്. കാരണം നിങ്ങൾ 3 പേരും ഉഗ്രൻ ആർട്ടിസ്റ്റാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ തെളിയിച്ച് ഇവിടെ സ്കിറ്റിന് ഉഗ്രം മാർക്ക് സ്കോർ ചെയ്ത ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു അത് നമുക്ക് അടുത്തതിന് പിടിക്കാം.
ഓക്കെ 300 രൂപ. താങ്ക് യു ചേട്ടാ. ഇങ്ങോട്ട് ചേട്ടാ. ഈ പറഞ്ഞ പോലെ തന്നെ എനിക്കും പറയാനുള്ളത് നല്ല കണ്ടന്റ് ആയിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ റീസെന്റ് നടക്കുന്ന കാര്യങ്ങളാണത്. ഒന്നില്ലെങ്കിൽ നമ്മൾ ഒരാളെ വിളിച്ചിട്ട് അയാളെ നന്നായിട്ട് മേക്ക് ഓവർ ചെയ്തിട്ട് കാണിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്വയം നമ്മളിപ്പോൾ ചാരിറ്റിയൊക്കെ കാണിക്കുന്ന ആൾക്കാർ തെരുവിൽ കിടക്കുന്നവരൊക്കെ വിളിച്ചു വരുത്തിയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ മുടിയൊക്കെ കട്ട് ചെയ്ത് നല്ല രീതിയിൽ ഇറക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ അതിന് പറ്റിയ സാധനങ്ങൾ, ഈ കണ്ടന്റ് നല്ലതാണ്, പക്ഷെ അതിനകത്ത് എലമെന്റുകൾ കുറവായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ ഒരു കണ്ടന്റ് ഇവിടെ വിഷ്ണു പറഞ്ഞപ്പോൾ വേറൊരു പെണ്ണിനെ വിളിച്ച് പറയണ്ടല്ലോ, ഈ കണ്ടന്റ് കേട്ടപ്പോൾ തന്നെ നമുക്ക് ചിരി വന്നിരുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ചൊന്നും വരുന്നു. അപ്പോൾ ഈ എൻട്രി വന്നപ്പോഴും കിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് എന്താണ് പറയണത്, ഡയലോഗ് സംശയം വരലും, പിന്നെ ഇത്തിരി കോമഡി കുറവും കാര്യങ്ങൾ, ക്ലൈമാക്സ് ഒക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ മേക്ക് ഓവർ, ഈ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തിരിച്ചു വന്നതൊക്കെ ഭയങ്കര രസമായിരുന്നു. കാരണം ഇത്ര ഫിനിഷിംഗ് ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. പോയ ആള് അല്ല ശരിക്കും പറഞ്ഞു തിരിച്ചു വന്നത്. അപ്പോൾ ഭയങ്കര രസമായിരുന്നു അതൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ സെൻട്രലിൽ വന്നപ്പോൾ കുറച്ച് ലാഗും അതുപോലെ കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കിട്ടിയതിൽ കോമഡി കുറച്ചും കൂടി ചേർത്തിരുന്നെങ്കിൽ ഈ സ്കിറ്റ് ഗംഭീര വിജയമായിരുന്നതിന്. അത്രയും നല്ലൊരു കണ്ടന്റ് ആയിരുന്നു. ഏതായാലും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വന്നത് ഇനി തടയാനൊന്നും പറ്റുമൊന്നുമില്ല. അടുത്തത് ഗംഭീരമാക്കുക കേട്ടാ. നിങ്ങളൊക്കെ നല്ല ആർട്ടിസ്റ്റുകളാണ്, അതാണ് നമുക്ക് വിഷമമാണ് അങ്ങനെ പറയണതും ഇങ്ങനെ നിർത്തണതൊക്കെ. അപ്പോൾ ആ വിഷമമൊക്കെ മാറ്റിക്കൊണ്ട് ഞങ്ങൾക്കൊക്കെ ഒന്നും വിഷമമില്ലാത്ത രീതിയിൽ അടുത്ത പ്രാവശ്യം പെർഫോം ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്ക, ഞാനിപ്പോൾ എന്താടാ പറയേണ്ടത്, നമ്മൾ സ്വർണം എന്ന് പറയുന്ന സാധനമുണ്ട്, സ്വർണം അത് നമ്മൾ ഊറ്റി ഉറുക്കി ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് സ്വർണ്ണമാക്കിയിട്ട് തന്നെ നമ്മുടെ കൈ കിട്ടണം. ഇതല്ല നമുക്ക് ആവശ്യം, നല്ലൊരു സാധനമാണ്, അത് നമ്മൾ കൊണ്ട് കളയരുതായിരുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു നല്ല ത്രെഡ് കിട്ടിക്കഴിഞ്ഞാൽ നല്ലപോലെ ഉപയോഗിക്കണം. ഉപയോഗിച്ച് കൊടുത്താലുണ്ടല്ലോ അവരിങ്ങനെ വിലയ്ക്ക് വാങ്ങും. നിങ്ങളുടെ ഭാഗത്ത് ഇന്ന് എവിടെയാണോ സംഭവിച്ചതെന്നറിയില്ല. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. പ്രജിതേട്ടാ, മാർക്സ്? ഞാൻ ഒരു 4000 മാർക്ക്. 4000 മാർക്ക്. നസീർക്ക? 2000 രൂപ ഞാൻ കൊടുക്കുള്ളൂ. ഓക്കെ, ടോട്ടൽ 6000 രൂപ ആയിട്ടുണ്ട്. ബിജുക്കുട്ടൻ ചേട്ടാ? അടുത്തതിൽ പൊളിക്കണം, ബാക്കി ഞാൻ ഇട്ട്. ഓക്കെ, ടോട്ടൽ എമൗണ്ട് 15000 രൂപ. ഓക്കെ, അപ്പോൾ ഉഷാറായിട്ട് അടുത്തൊരു സ്കിറ്റുമായിട്ട് വന്ന് അടിച്ചു പൊളിക്കുക. 50, 75, 1 ലക്ഷം വാങ്ങിക്കുക. ഓക്കെ റീച്ചേട്ടാ? ഓക്കെ, അടുത്ത പ്രാവശ്യം നമ്മൾ കാണുന്നു. എപ്പിസോഡിന്റെ സമയം കഴിഞ്ഞു. പെട്ടെന്നാണ്. നമ്മൾ ഒരുപാട് ചിരിച്ചു, നല്ല നല്ല സ്കിറ്റുകൾ കണ്ടു. നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തില്ലേ? അല്ലേ? നല്ല സ്കിറ്റല്ലായിരുന്നു? എന്നാൽ നിങ്ങളെ ഒരു നല്ല ഗൈഡ് തന്നേ. അപ്പം നമുക്ക് ഇവരെ കുറെ കൂടെ ചിരിപ്പിക്കാൻ കുറെ അധികം സ്കിറ്റുകളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം, അല്ലേ? അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.